me. God bless you. കഥാവിനെ സൂചിപ്പിക്കുന്നത് വളരെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ചതിനാണ്. I visit Bible Center. I thank God and I pray that God bless you. And I'm so glad to see you all. വാഴൂർ സംഘത്തെ ഓർത്തും ദൈവത്തിന് നന്ദി പറയുകയും ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Vice President Pastor Shibu Chako, Secretary Evangelist Siar, and Joint Secretary Pastor Ken James, and also the music team, the wonderful singers who are gathered here tonight, and we thank God for them. Hallelujah. The divine melody. വൈസ് പ്രസിഡന്റ് പാസ്റ്റർ സാബു ചാക്കോ അവர்கள், സെക്രട്ടറി മാസ്റ്റർ മനീഷ് സിആർ, ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ കെ.എം. ജെയിംസ്, ഡിവൈൻ മെലോഡീസ് അനുഗ്രഹപ്പെട്ടതായ ഗായകരാണ്. എല്ലാവർക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for tonight. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. This is the Lord's doing His marvelous in our sight. ഇന്ന് രാത്രിയിൽ കർത്താവ് തന്റെ അത്ഭുതകരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ മധ്യത്തിൽ ചെയ്യുകയാണ്. Do you believe that God brought us here tonight? ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഇന്ന് രാത്രിയിൽ നമ്മെ ഇവിടെ എല്ലാവരെയും കൂട്ടിവരുത്തിയത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന പ്ലാനും ഉദ്ദേശവും അനുസരിച്ചാണ് ഇന്ന് രാത്രി നമ്മെ ഇവിടെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെതായ വചനം ഈ സ്ഥലത്ത് പ്രഘോഷിക്കപ്പെടുവാനും അത് കേൾക്കുവാനും തക്കവണ്ണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. 1972 കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത്. അന്ന് എനിക്ക് 17 വയസ്സ് പ്രായമുണ്ടായിരുന്നു. 1974 കർത്താവ് തന്റെ വേലയ്ക്കായി എന്നെ വിളിക്കുവാനും അതിനായി ഞാൻ സമർപ്പിക്കപ്പെടുവാനും കഴിഞ്ഞു. 1975 ദൈവവചന പഠനത്തിനായി സെമിനാരിലേക്ക് പോയി. 1982 സെരാമ്പൂർണമായ സെമിനാരി പഠനം പൂർത്തിയതിനു ശേഷം കോട്ടയത്ത് ബൈബിൾ സ്കൂളിൽ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ വന്നു. 82-84 I taught in Kottayam with the Pastor P.M. Glib, Pastor T.G. Umathinampathan, and all the senior ministers. Me and Pastor K.C. John were the juniors there. 1982 മുതൽ 1984 വരെ കർത്താവിന്റെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന അനേക ദേവദാസന്മാർ, പാസ്റ്റർ P.M. അവர்கள், അതുപോലെ T.G. ഉമ്മച്ചൻ പാസ്റ്റർ, അതുപോലെ ഇന്ന് കർത്തവ്യരായിരിക്കുന്ന പാസ്റ്റർ K.C. ജോൺ, ഞങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള അധ്യാപകർ. 1984 when Pentecostal Seminary Manakara, they started English medium. I joined them. I was leading that program. 1984 Pentecostal കോളേജ് മണക്കാരിലുള്ളത് ഇംഗ്ലീഷ് പഠനം ആരംഭിച്ചപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് ചുമതല എനിക്കായിരുന്നു. And that Solomon program was gone so high, so wonderful, and so thank God, and so many teachers teaching there. In 84 I taught them there. 1984 ഉള്ള വർഷങ്ങളിൽ 89 വർഷങ്ങളിൽ സെരാമ്പൂർ കോളേജിലായിരിക്കുന്ന വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് BD കോഴ്സുകൾ ആരംഭിച്ചു. അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുകയും അന്ന് ദൈവത്തിന്റെ വചനം പഠിച്ചിട്ടുള്ള ധാരാളം വിദ്യാർത്ഥികൾ ഇന്ന് അവിടെ അധ്യാപകരായി സേവനം അനുഷ്ഠിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ 51 വർഷക്കാലമായി ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നു. കർത്താവ് എനിക്ക് നല്ലവരമായിരുന്നു. നമ്മുടെ ദൈവം അത്ഭുതവാനായ ദൈവമാണ്. ഈ ദൈവം മഹാനായ ദൈവമാണെന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മധ്യത്തിലും ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഇന്ന് രാത്രി ദൈവം ഇവിടെ കൊണ്ടുവന്നത് ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടിയാണ്. ഇന്ന് രാത്രി ഞാനും നിങ്ങളിവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ പ്രത്യേകമായ പദ്ധതി അനുസരിച്ചും പ്രത്യേകമായ ഉദ്ദേശം അനുസരിച്ചും മാത്രമാണ്. ഇന്ന് രാത്രി തുടർന്ന് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം.
ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിക്കും. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. Praise the Lord. This verse is very familiar to all of us. ഈ തിരുവചന ഭാഗം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. May I tell you tonight, your affliction is to reveal God's glory. ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടേതായ ജീവിതത്തിലെ കഷ്ടതകൾ ദൈവത്തിൻ്റെതായ നാമം മഹത്വപ്പെടുത്തുവാൻ മുഖാന്തരമായി തീരുന്നതാണ്. Affliction can bring the glory of God. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഉതകുന്നതാണ്. Jesus was teaching in a synagogue, and there we see as he came and taught in a synagogue. ഈ തിരുവചന ഭാഗത്ത് യേശുക്രിസ്തു യഹൂദന്മാരുടെ പള്ളിയിൽ വന്ന് അവിടെ അവരെ ഉപദേശിക്കുന്നതായി കാണുന്നു. And he started teaching in the synagogue on a Sabbath. സബത്ത് ദിവസത്തിൽ യേശുക്രിസ്തു യഹൂദന്മാരുടെ പള്ളിയിൽ ഉപദേശിച്ചു, അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചു. Christ taught the word to the people. അവിടെ കൂടി വന്നായ ദൈവജനത്തോട് ദൈവത്തിൻ്റെതായിരിക്കും വചനം യേശു ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. Christ Jesus is the greatest teacher who ever appeared in the arena of humanity. മനുഷ്യ വർഗത്തിന്റെ മധ്യത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടവരിൽ ഏറ്റവും മഹാനായ ഉപദേശകൻ, അധ്യാപകൻ, പഠിപ്പിക്കുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. No one equal to him. ആർക്കും ഈ ക്രിസ്തുവുമായി താരതമ്യം ചെയ്യുവാൻ No one സാധ്യമല്ല. can be compared with Jesus. യേശുക്രിസ്തുവുമായി താരതമ്യം ചെയ്യുവാൻ കഴിവുള്ള മറ്റൊരു വ്യക്തിയും തന്നെയില്ല. He is the greatest teacher ever appeared in the arena of humanity. ആമേൻ. മനുഷ്യവർഗത്തിന്റെ നടുവിലേക്ക് കടന്നു വന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ, ഏറ്റവും ഉന്നതനായ അധ്യാപകൻ, ഉപദേശകൻ യേശുക്രിസ്തുവാണ്. No one can come closer to him. യേശുക്രിസ്തുവിനോട് അപേക്ഷിക്കുവാൻ തക്കവണ്ണം ആർക്കും തന്നെ സാധ്യമല്ല. Do you know that how many philosophers, how many thinkers, how many teachers have come to this earth? ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ള എത്രയോ തത്വചിന്തകന്മാരുണ്ട്, മഹാന്മാരായ ആളുകളുണ്ട്. All have come and they have gone through. ഈ മഹൽ വ്യക്തികളെല്ലാം ഈ ഭൂമിയിലേക്ക് വന്നു. ഒരു ദിവസം അവർ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷരായി. They were always very smart and they were willing to bring out the best teaching on earth. അവരുടെ ജീവിതകാലത്ത് അവർക്ക് നൽകുവാൻ തക്കവണ്ണം കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ, ഉന്നതമായിരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുവാനാണ് അവർ ആഗ്രഹിച്ചത്. We have volumes of books on philosophy and also theology and science and everything. I don't want to get into that. അത് ഈ ലോകത്തിൽ തത്വചിന്തകൾ, അതുപോലെ ശാസ്ത്രീയമായ പഠനങ്ങൾ, അതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ ആമേൻ ലോകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നു. But when it comes to Jesus Christ, old man, old wife, old genuine, old intellectual, then got down in front of Jesus. എന്നാൽ കർത്താവിൻ്റെതായ മുമ്പിൽ ഈ ഉന്നതമായിരിക്കുന്ന ശ്രേഷ്ഠന്മാർ, അവരുടെ ചിന്തകളും പഠിപ്പിക്കലും എത്ര ഉന്നതമായിരുന്നാലും അവരെല്ലാവരും യേശുവിന് മുമ്പിൽ ഒന്നും തന്നെയല്ല. They're nothing with Jesus. യേശുക്രിസ്തുവിനുള്ളതായ ബന്ധത്തിൽ അവരോ അവരുടേതായ ഉപദേശങ്ങളോ ഒന്നും തന്നെയാകുന്നില്ല. And now when Jesus came and taught in the synagogue, യേശുക്രിസ്തു യഹൂദന്മാരുടെ പള്ളിയിൽ വന്ന് പഠിപ്പിക്കുമ്പോൾ, in that synagogue as was teaching, now what happened? A crippled lady has come into the place where he was teaching. യഹൂദന്മാരുടെ പള്ളിയിൽ വന്ന് യേശു തിരുവചനം പഠിക്കുമ്പോൾ അവിടെ വളരെ ബലഹീനയായ, മുടന്തയായ, നിവർത്തിക്കുവാൻ കഴിവില്ലാത്തതായ ഒരു സ്ത്രീ വരികയാണ്. A woman who had a disturbing spirit. അവിടെ രോഗാത്മാവ് ബാധിച്ചിട്ടുള്ള ഒരു സ്ത്രീ കടന്നു വരുന്നു. She has been sick for 80 years. ദീർഘ
18 വർഷങ്ങളായി കൂനിയായ ഒരു സ്ത്രീ രോഗാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയായിരുന്നു അവൾ. As she came in, 18 years, she was felt like this as she moved in. 18 വർഷക്കാലം നിൽക്കുവാൻ കഴിയാതെ കൂനിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അന്ന് അവിടെ പ്രാർത്ഥനയ്ക്കായി വന്നത്. Do you remember that she came in the back of the congregation? ഒരുപക്ഷെ അവൾ ആ പള്ളിയിൽ വന്നിട്ട് ഏറ്റവും പുറകിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. Nobody has noticed her. അവളെ ആരും തന്നെ ഗവനിച്ചില്ല, ആരും അവളെ പ്രത്യേകമായി ശ്രദ്ധിച്ചത്, Nobody put their attention on her. ആരും തന്നെ അവർക്ക് വേണ്ടതായ ശ്രദ്ധ കൊടുത്തു കാണുകയില്ല. Behind back in the field, അവൾ ഏറ്റവും പിന്നിലിരുന്നുകൊണ്ട് bent down, കുനിഞ്ഞിരുന്നുകൊണ്ട് unnoticed. ആരും ശ്രദ്ധിക്കാതെ വണ്ണം He was very, in the back seat of the entire congregation. ആ കോൺഗ്രിഗേഷന്റെ അല്ലെങ്കിൽ സഭയുടെ പള്ളിയുടെ ഏറ്റവും പിന്നിലായി അവൾ ഇരിക്കുകയാണ്. All the really noble people now noticed her, but one who was in the front noticed her. ആമേൻ. ഒരുപക്ഷെ അവരുടെ മുമ്പിൽ ഇരിക്കുന്ന മറ്റാളുകൾ ഇവളെ അധികം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിലും ഈ ജനത്തിന് മുമ്പിൽ നിൽക്കുന്ന മറ്റൊരു വ്യക്തി ഇവളെ പ്രത്യേകമായി ശ്രദ്ധിക്കുവാനിടയായി. Jesus saw her. യേശു ആ സ്ത്രീയെ കണ്ടു. May I tell you tonight? ഇന്ന് രാത്രി ഞാൻ കാര്യം സൂചിപ്പിക്കട്ടെ. That is Christ Jesus. That is Christ Jesus. ക്രിസ്തുവിലായിരിക്കുന്ന You may be nobody. ഒരുപക്ഷെ ക്രിസ്തുവിനുള്ളിൽ നാം ആരും തന്നെ അല്ലായിരിക്കാം. Nobody notice you. You have nothing in this earth, but I tell you, if you are true in Christ, He will notice you. പ്രിയമുള്ളവരെ, സമൂഹത്തിന്റെ മധ്യത്തിൽ നാം തനിയായിരിക്കാം. ആരും നമ്മളെ ശ്രദ്ധിക്കുകയോ ഗവനിക്കുകയോ ചെയ്തില്ല എന്ന് വന്നേക്കാം. എന്നാൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ നമ്മെല്ലാവരെയും കാണുന്നുണ്ട്. Christ is different. ആമേൻ. ക്രിസ്തു മറ്റുള്ളവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. His eyes are different. യേശു ക്രിസ്തുവിന്റെ കണ്ണുകൾ മറ്റുള്ളതായ കണ്ണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. People look at it, all the glittering going on, all the shining on, all the social media glamoring, and everybody is in glittering. And Christ is different. He doesn't look at all glittering. മനുഷ്യർ അവരുടേതായ കണ്ണുകളാൽ സോഷ്യൽ മീഡിയയുടെ സമൂഹത്തിലൂടെയൊക്കെ വളരെ മനോഹരമായ കാര്യങ്ങൾ കാണുമ്പോൾ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് യേശു ക്രിസ്തുവിനുള്ളത്. You may be silent. ഒരുപക്ഷെ നിങ്ങൾ മൗനമായി നിശബ്ദരായിരിക്കുന്നവരാകാം. You may be in the back of the community. ഒരുപക്ഷെ സമൂഹത്തിന്റെ ഏറ്റവും പിന്നാക്കാവസ്ഥയിൽ കഴിയുന്നവരാകാം. When nobody notices you. ആരും നിങ്ങളെ ഗമനിക്കുന്നില്ല എങ്കിലും, ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എങ്കിലും, When nobody cares for it, but Christ cares. ആരും നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതുന്നില്ല എങ്കിലും, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് നമ്മെ കാണുകയും നമുക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്നവനാണ്. How many believe that Christ sees me tonight? ആമേൻ. ഇന്ന് രാത്രി കർത്താവാണ് നമ്മെ കാണുന്നത്, നമ്മെ അന്വേഷിച്ചു വരുന്നത്. His eyes are different. യേശുക്രിസ്തുവിന്റെ കണ്ണുകൾ വളരെ വ്യത്യസ്തമായ കണ്ണുകളാണ്. His eyes are different. The way we look at is different. ആമേൻ. യേശുക്രിസ്തു നമ്മെ കാണുകയും നമ്മെ ദർശിക്കുകയും ചെയ്യുന്നതായ രീതി മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. He doesn't look at how much bank balance you have. ഒരുപക്ഷേ നമ്മുടെ ബാങ്ക് ബാലൻസുകൾ എത്ര നമ്മൾ നോക്കുന്നവരാകാം. He doesn't look at how much education you have. അതേ കർത്താവ് ഒരുപക്ഷേ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടേതായ ബാങ്ക് ബാലൻസുകളോ ഒന്നും അല്ലായിരിക്കാൻ കർത്താവ് നോക്കുന്നത്. He doesn't look at how beautiful you are, how handsome you are. ആമേൻ. നമ്മളെത്ര സൗന്ദര്യമുള്ളവരാണ്, ഇതൊന്നും അല്ലായിരിക്കാൻ കർത്താവ് നോക്കുന്നത്. He doesn't look at what color you are. നമ്മുടേതായ നിറം എന്താണെന്നുള്ളത് കർത്താവ് നോക്കുന്നില്ല. He looks at you and me, the base of the blood that is shed on the cross. ആമേൻ. കർത്താവ് നമ്മെ നമ്മുടെ കളർ നോക്കിയോ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നോക്കിയല്ല എന്ന് കർത്താവ് നമ്മെ നോക്കുന്നത്. May I tell you tonight, how many believe that my God sees me tonight? ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നവർ എത്ര പേർ വിശ്വസിക്കുന്നു എന്നെ കാണുന്നവനായ ഒരു കർത്താവ് ഉണ്ട്, എന്നെ ശ്രദ്ധിച്ച് നോക്കുന്നവനായ ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ടെന്ന് അവൻ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? പ്രിയമുള്ളവരെ, How many believe that God is watching me? അവൻ
കർത്താവിന്റെ സ്വർഗീയമായിരിക്കുന്ന ആ പ്രകാശം നമ്മുടെ മധ്യത്തിൽ കടന്നു വരികയാണ്. Almost 30 years back, more than that, I visited a country called Haiti. 30 വർഷങ്ങൾക്ക് മുമ്പ് ഹെയ്ത്തി എന്ന് പറയുന്ന ഒരു രാജ്യത്ത് കടന്നുപോയി. 1995 It's very near to Venezuela. വെനിസുല എന്ന് പറയുന്ന രാജ്യത്തോട് അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. I have a preaching assignment on that land. അവിടെ ചെയ്തു നിർത്തിക്കേണ്ടതായ ഒരു പ്രത്യേക ദൗത്യം എനിക്കുണ്ടായിരുന്നു. I want to preach that place. ആ സ്ഥലത്ത് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. And the church in that night, the pastor who is from USA, and he asked me to preach 3 hours. അതെ, 3 മണിക്കൂറുകൾ പ്രസംഗിക്കുവാൻ ആ സഭയുടെ ശുശ്രൂഷകൻ എന്നോട് ആവശ്യപ്പെട്ടു. I spoke in English. ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. They translated into French Creole. ഫ്രഞ്ച് ക്രയോൾ എന്ന് പറഞ്ഞ ഭാഷയിലേക്ക് അവ പരിഭാഷപ്പെടുത്തി. I ministered up 8 to 11 p.m. at night. ആമേൻ. രാത്രി 11 മണി വരെ ഞാൻ വചനം ശുശ്രൂഷിച്ചു. What happened was, after that ministry, I had to go for a dinner with the pastor. പ്രസംഗത്തിന് ശേഷമായി ദേവദാസനോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ ഞാൻ പോയി. When I went and had the dinner, I came back from the beach. അതിന് ഭക്ഷണം കഴിഞ്ഞ ശേഷമായിട്ട് വീണ്ടും മടങ്ങി വന്നു. People in the church, it was packed. ആ സമയത്തും സഭയ്ക്കുള്ളിൽ ആളുകൾ ഇങ്ങനെ തിങ്ങി നിന്നുകൊണ്ട് അല്ലെങ്കിൽ കൂട്ടം കൂട്ടമായി ദൈവത്തെ ആരാധിക്കും. When I started preaching, there were almost 6,000 people in the congregation. ആ സഭയിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ 6,000-ലധികം ആളുകൾ ആരാധനയിൽ പങ്കെടുത്തു. That night when I saw these people who came to the church, they have nothing, no money, nothing, they are very poor. ആ സഭയിൽ കടന്നുവന്നായ ജനങ്ങളൊക്കെ അന്ന് എല്ലാ വിധത്തിലും വളരെ പിന്നോക്കാവസ്ഥയിൽ അല്ലെങ്കിൽ സാമ്പത്തികമായ വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളായിരുന്നു. I could feel the poverty in their life. അവരുടേതായിരിക്കുന്ന ജീവിതത്തിൽ ഒരു ദാരിദ്ര്യത്തിൻ്റെതായ അവസ്ഥകളെ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. I knew that they are very poor. അവർ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാകുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. But the word of God was ministered, and I went and got a dinner and came back. I saw something. അവിടെ ഞാൻ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു, ഭക്ഷണം കഴിക്കുക, ശേഷം വീണ്ടും മടങ്ങി വന്നു. Night 1 o'clock. രാത്രി 1 മണിയായി. Pastor asked me to go to the church back. അദ്ദേഹം ഭക്ഷണം കഴിഞ്ഞ ശേഷം പറഞ്ഞു, നമുക്ക് ആ സഭയിലേക്ക് വീണ്ടും മടങ്ങി പോകാം. When I went in, ആ സഭയിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ what I saw there? അവിടെ ഞാൻ കണ്ടതായ കാര്യം, all the people in the church, as I saw, I left by 11 at night, they are still jumping up and down, up and down, up and down, dancing. 11 മണിക്ക് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിറഞ്ഞു വന്നപ്പോൾ അവിടെയുള്ളതായിരിക്കുന്ന ആളുകൾ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്നതാണ് എനിക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മുടെ അന്തർഭാഗത്ത് കർത്താവ് ഉണ്ടെങ്കിൽ, കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ നാം ആഴമായി അന്വേഷിക്കുന്നുവെങ്കിൽ, തീർച്ചയായും നമ്മുടേതായിരിക്കുന്ന ജീവിതം മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ട ഒരു ജീവിതമായി. നമ്മുടേതായിരിക്കുന്ന ജീവിതം ആകമാനമായി രൂപാന്തരപ്പെട്ട മാറ്റം സംഭവിച്ച ഒരു ജീവിതമായി. രാത്രി ഞാൻ വീണ്ടും വിളിച്ചു പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും തന്നെയില്ല എങ്കിലും, നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ നമുക്കില്ല എങ്കിലും, യേശു മാത്രമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഞാൻ യേശുവിനെ കണ്ടെത്തിയപ്പോൾ, ആ യേശു എന്റെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ എനിക്ക് മാറ്റം സംഭവിച്ചുവെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്? കരമുടിയത്തെ ദൈവത്തിനോട് സ്തോത്രം ചെയ്യാം. രാത്രി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കരങ്ങൾ കരപശ്വത്തി ആരാധിക്കാം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ
ജീവിതത്തെ മാറ്റിമറിച്ച, നമ്മുടെ സാഹചര്യത്തെ മാറ്റിമറിച്ച കർത്താവിനെ ഇന്ന് രാത്രി കരയടിച്ച് ശബ്ദത്തിൽ ആരാധിക്കാം. Hallelujah. Thank you, Jesus. Jesus saw her. He called her out. യേശു ആ സ്ത്രീയെ കണ്ടു, അവളെ വിളിച്ചു. She came forward. ആ സ്ത്രീ യേശുവിന്റെ അടുക്കിലേക്ക് മുൻപിലേക്ക് കടന്നു വന്നു. Did I tell you that she was sitting in the back? അവൾ ഏറ്റവും പുറകിലിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ കാര്യം Did I tell you that nobody noticed her? അവളെ ആരും തന്നെ ഗമനിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളോ? Did I tell you that she was so unnoticed? ആ സ്ത്രീയെ ആരും ശ്രദ്ധിക്കപ്പെടാത്തവളായിരുന്നു എന്നത് ഞാൻ ഓർപ്പിച്ചല്ലോ. She was so broken. അവൾ തകർന്ന ജീവിതമുള്ളവളായി. She was so crippled. താൻ പല വിധത്തിലും അവൻ മുടന്തയായ അവസ്ഥയിൽ. Jesus saw her. എന്നാൽ അങ്ങനെയുള്ളതായ ആ സ്ത്രീയെ യേശു കണ്ടു. Whatever situation you may be tonight, may I tell you, Jesus is seeing you. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നവരോട് പറയട്ടെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും, നമ്മുടെ അവസ്ഥ എന്തു തന്നെയായിരുന്നാലും, അവൻ നമ്മെ കാണേണ്ടതുപോലെ വ്യക്തമായി കാണുന്നവനായ ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ അവൻ എത്തിയിട്ടുണ്ട്. You know, Jesus seeing you means the mind of Christ is moving on your life. ആമേൻ. യേശുക്രിസ്തു എന്നെയും നിങ്ങളെയും കാണുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിനായ ചിന്തകൾ, യേശുവിനായ മനസ്സ് അവൻ വെളിപ്പെടുകയാണ്. The heart of God is moving for you. അതായത് കർത്താവിനായിരിക്കുന്ന ഹൃദയം നമുക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. The compassion God is moving for you. അവൻ ദൈവത്തിനായ ദയ, ദൈവത്തിനായിരിക്കുന്ന മനസ്സ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാണ്. The love of God is moving for you. ദൈവത്തിനായിരിക്കുന്ന സ്നേഹം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ചലിക്കുവാൻ ആരംഭിക്കുകയാണ്. The genuine care of God is moving for you. ദൈവത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന സ്നേഹം നമ്മളിലേക്ക് പകരപ്പെടുക. How many believe that the love that God is caring for me tonight? വിശ്വസിക്കുന്ന പ്രിയമുള്ളവരെ, എന്നെ സ്നേഹിക്കുന്നവനായ ഒരു കർത്താവുണ്ട്, എനിക്ക് വേണ്ടി കരുതുന്നവനായ ഒരു കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്? അവർ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ഓ എന്റെ ദൈവം എനിക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാ, എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. The Lord has come down to this earth. The Lord has come down to this earth. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനായ നമ്മുടെ കർത്താവ് Hey, He came for me tonight. എന്തിനു വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയാണ് കർത്താവ് വന്നത്. And He came for this lady who was crippled. ഈ പള്ളിയിലായ ഈ സ്ത്രീക്ക് വേണ്ടി കൂടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. When Jesus saw this lady, യേശുക്രിസ്തു ഈ സ്ത്രീയെ കണ്ടപ്പോൾ He didn't ask any introduction on her. അവളെ കുറിച്ച് യാതൊരുവിധമായ മാനമായിരിക്കുന്ന പരിചയവും അവൾ പറഞ്ഞില്ല. How long you have been? നാം എത്ര നാളുകളായിരുന്നാലും, And how long you have been, sister? He didn't ask. കർത്താവിനെ ചോദിച്ചില്ല, നീ എത്ര നാളുകളായി ഇങ്ങനെ ഇരിക്കുന്നു? How long you been going with this crippled situation? ഈ പ്രത്യേകമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുവാനിടയായിട്ട് എത്ര നാളായിരുന്നു യേശു അവളോട് ചോദിച്ചില്ല. No introduction, no conclusion. കാരണം അതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് അവൾക്ക് യേശു അതിന് മറുപടി പറഞ്ഞു വന്നില്ല. He doesn't say anything but just call. Say, come. യേശു ക്രിസ്തു അവളോട് ഒന്നും ചോദിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല. യേശു ക്രിസ്തു അവളെ വിളിച്ചു. Come. യേശു ക്രിസ്തു അവളെ വിളിച്ചു. He didn't say anything at all, saying, your disability is gone, you are free now. യേശു ക്രിസ്തു അവളോട് വിളിച്ചു പറഞ്ഞിട്ട് അവളെ മുൻപിലിട്ട് വിളിച്ചിട്ട് പറയുകയാണ്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. How many believe that only Christ can do it, and that same Christ tonight can do it in my life? നിങ്ങൾ എത്ര വിശ്വസിക്കുന്നു? യേശുവിനെ മാത്രമേ ബന്ധനമഴിക്കുവാൻ കഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ രാത്രി ഹല്ലേലൂയ
നിങ്ങളുടേതായ ജീവിതത്തിലെയും ചില ബന്ധനങ്ങളെ അഴിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? രാത്രി ആരാധന ഇവരട്ടെ, കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിക്കുക. യേശുവിനെ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങളെ പൂർണ്ണമായി അടിച്ച് സ്വതന്ത്രമാക്കുവാൻ കഴിയുള്ളൂ. ആമേൻ. നിങ്ങളുടേതായിരിക്കുന്ന ആ കഴിവില്ലാത്ത അവസ്ഥയിൽ നിന്ന്, ബലഹീനമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ. യേശു ഈ സ്ത്രീ അവിടെ നിൽക്കുകയാണ്. യേശു മുമ്പിൽ നിൽക്കുന്നതായ സ്ത്രീയുടെ മേൽ യേശു കരങ്ങൾ വെച്ചു. ആമേൻ. യേശു ക്രിസ്തു അവിടെ തലയിൽ കൈവച്ച അതേ നിമിഷം തന്നെ അവിടെ കൂനുമാറി അവൾ നിവർന്നു നിന്നു. Dr. Luke. He's a medical doctor. ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തി അത് ഡോക്ടറാണ്, വൈദ്യനായ ലൂക്കോസാണ്. He was a Gentile. അദ്ദേഹം ഒരു ജാതീയനായ വ്യക്തിയായിരുന്നു. The other Luke, he was from Gentile background and he was not with the 12 but he was with the 70. ആമേൻ. ഈ ജാതീയനായിരിക്കുന്ന മനുഷ്യൻ അതെ ഈ സബത്ത് ദിവസത്തിൽ അവിടെ ഉണ്ടായിരുന്നു. He was with the 70 and he was with Paul on his missionary journey. പൗലോസിനോടൊപ്പം അദ്ദേഹത്തിൻ്റെതായ മിഷനറി യാത്ര ഉണ്ടായിരുന്നു. വയോധികനായ ഒരു വൈദ്യനായിരുന്നു ഇദ്ദേഹം. Medical doctor Luke writes saying that immediately that lady who has been crippled for 18 years healed. ഈ മെഡിക്കൽ ഡോക്ടറായ ലൂക്കോസ് ആണ് പറയുന്നത്, യേശു അവളുടെ കൈവച്ച നിമിഷം തന്നെ അവളുടെ കൂനുമാറി അവൾ നിറമുന്നു എന്ന് പറയുന്നത്. മെഡിക്കൽ സയൻസ് നോ ടു യു. ആമേൻ. മെഡിക്കൽ ശാസ്ത്രം സംഭവിക്കുകയില്ല എന്ന് ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞേക്കാം. മെഡിക്കൽ ഡോക്ടർ will say it is impossible. ഒരുപക്ഷെ ഡോക്ടർമാരായ ആളുകൾ പറഞ്ഞേക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല. The science and technology might say to you that it is impossible. ആമേൻ. ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും നിങ്ങളോട് പറയുമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല. അതെ, ജ്ഞാനമുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ നിങ്ങളോട് പറഞ്ഞേക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ഇതൊന്നും സാധ്യമാകില്ല. My God says it is possible. എന്നാൽ ഇന്ന് രാത്രിയിൽ ആമേൻ ദൈവം പറയുകയാണ് ആമേൻ അത് സാധ്യമാണ്. മനുഷ്യനാൽ അസാധ്യമായിട്ടുള്ളതെല്ലാം ദൈവത്താൽ സാധ്യമാണ്. I am the Lord of all flesh. There is nothing impossible to me. ആമേൻ. ദൈവത്തിനോടെന്ന് പറയുന്നു നമ്മുടെ ദൈവത്തിനോ അസാധ്യമായി ഒന്നും തന്നെയില്ല. I am the Lord of all flesh. There is nothing impossible to me. ആമേൻ. ഞാൻ യഹോവയായ ദൈവമാകുന്നു, എനിക്ക് കഴിയാത്ത ഒരു കാര്യം തന്നെയില്ല. And he said to the things the enemy said it is impossible, it will never work, but saying that if my Lord is with me, the things are going to happen. ശത്രുവായവൻ പിശാചായിരിക്കുന്നവൻ നിന്നോട് പറഞ്ഞേക്കാം ഇത് സാധ്യമല്ല എന്ന് പറഞ്ഞേക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാണ്, ദൈവം പറയുകയാണ് ഈ അസാധ്യമെന്ന് പറഞ്ഞ കാര്യം സാധ്യമാകുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുകയാണ്. സാധ്യമാകുകയാണ്. രാത്രി ചിലത് സാധ്യമാകുന്നത് വിശ്വസിക്കുകയാണ്. രാത്രി ദൈവാത്മാവ് പറയുക സാധ്യമല്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് രാത്രി സാധ്യമാകുമെന്ന് ദൈവാത്മാവ് പറയുക. സാധ്യമാകുക. ഓ ജീസസ് ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, നിന്റെ ഭവനത്തിൽ ഹല്ലേലൂയ, നിന്റെ സഭയിൽ ഹല്ലേലൂയ, നിന്റെ ദേശത്ത് ഹല്ലേലൂയ. ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ അസാധ്യമെന്ന് ശത്രു അറിയുമ്പോൾ ഇന്ന് രാത്രി ദൈവം പറയുകയാണ് അത് സാധ്യമാണ്. The enemy is trying to cripple our generation these days. ആമേൻ. ശത്രു
ശത്രു ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയാമോ? നമ്മുടേതായിരിക്കുന്ന തലമുറകളെ ഒരു മുടന്തമായ അവസ്ഥയിൽ, ഒരു മുടന്തനെ പോലെ ആമേ സ്വാതന്ത്ര്യത്തോട് നടക്കുവാൻ കഴിയാത്ത, ഒതുങ്ങി നിൽക്കത്തക്ക നിലകളിലുള്ള ആമേൻ അതേ അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറയെ ശത്രുവായവനാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടേതായ ആമേൻ തലമുറകളെ ബന്ധിക്കുവാൻ തക്കവണ്ണം, ഒതുക്കുവാൻ തക്കവണ്ണം ശത്രുവായവൻ അവരുടേതായ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടേതായിരിക്കുന്ന തലമുറകളെ എല്ലാം അവൻ ബലഹീനമാകത്തക്ക നിലകളിൽ ഒരു മുടന്തനെ പോലെ ആകത്തക്ക അവസ്ഥയിലാക്കുവാൻ ശത്രുവായവൻ വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധുനികമായ സാങ്കേതിക വിദ്യകളും അതുകൊള്ളതായ എല്ലാ സംവിധാനങ്ങളും ദൈവത്തിൻ്റെതായ വചനത്തിന്റെ അവൻ ശക്തിയെ അവൻ ബലഹീനമാക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തലമുറയെ രോഗാത്മാവസ്ഥയെ ബന്ധിച്ച് നിവർത്തി നിൽക്കുവാൻ കഴിയാത്തത് ആക്കുന്നവരെയാക്കുന്നവെങ്കിൽ ഇന്ന് രാത്രി ദൈവജനത്തോട് അർപ്പിക്കുകയാണ്. അവൻ കർത്താവിന് ഹല്ലേലൂയ ആ ബന്ധനങ്ങളെ അടിച്ച് അവൻ നമ്മുടെ തലമുറകളെ അവൻ നേരെ നിവർത്തി നിൽക്കത്തക്ക നിലകളിൽ ആക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ്. എല്ലാ ഇടങ്ങളിലും പരിശോധിച്ച് നോക്കിയേ, ഏതോ രോഗാത്മാവ് പോലെ മനുഷ്യനെ തളർത്തിക്കളയുന്ന മുടന്തമായി നടത്തത്തക്ക നിലകളിൽ ആ അവസ്ഥയിലാക്കാൻ വ്യാപരിക്കുന്ന അവൻ ദുരാത്മാവിന്റെ ശക്തികൾ എല്ലായിടത്തും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ ഒരു വചനം ഞാൻ അർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. പ്രവാചക പുസ്തകം 59-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. അവൻ സിയോനിൽ നിന്ന് വിടുവിക്കുന്നവൻ വരും. ആമേൻ. സിയോനിൽ നിന്ന് അവനെ വിടുവിക്കുന്നവൻ വരും. ഇത് നിങ്ങളോടുള്ള എന്റെ ഉടമ്പടിയാകുന്നു. എന്താണ് ഉടമ്പടി? ആമേൻ. വിടുവിക്കുന്നവൻ വീണ്ടെടുപ്പുകാരൻ സിയോനിൽ നിന്ന് വരുമെന്നുള്ളതാണ് വാഗ്ദത്തം. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതായ ഈ വചനങ്ങളും ഈ വാഗ്ദത്തങ്ങളും ആമേൻ നിന്നെ വിട്ടുമാറുകയില്ല, നിന്റെ സന്തതികളെ വിട്ടുമാറുകയില്ല, നിന്റെ തലമുറകളെ വിട്ടുമാറുകയില്ല എന്നുള്ളതാണ് വചനം. അന്ന് രാത്രി എത്രവർക്ക് വിശ്വസിക്കുന്നു? ആമേൻ. എന്റെ തലമുറകളെ വ്യാപരിക്കുന്ന എല്ലാ ആമേൻ ദുരാത്മാവിന്റെ ദുർഗന്ധമായ ശക്തികൾ, അവരെ തളർത്തിക്കളയുന്ന എല്ലാ ദുരാത്മാവിന്റെ ശക്തികൾ അവരെ വിട്ടുമാറുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ച് അവരെ വിടുതലുമാകട്ടെ. ഇന്ന് രാത്രി മാതാവേ, പിതാവേ, സഹോദര സഹോദരി, യുവാവേ, ഇന്ന് രാത്രി നീ പറയുക, ആമേൻ, ഹല്ലേലൂയ, എന്റെ തലമുറയെ ഒതുക്കുവാൻ നശിപ്പിക്കുവാൻ വേണം. ഹല്ലേലൂയ. ഗുണത്തരമായ അവസ്ഥ ആക്കുവാൻ കഴിയുന്ന ദുരാത്മാവ് അവൻ വിട്ടുപോകുവാൻ ഇന്ന് രാത്രി കൽപ്പിക്കുക. അവൻ തലമുറകളെ ഒതുക്കി നിർത്തുന്നതായ പൈശാചികളായിരിക്കുന്ന ശക്തികളിൽ നിന്ന് ഇന്ന് രാത്രി അത്ഭുതകരമായ ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. അത് സംഭവിക്കട്ടെ. ഇന്ന് രാത്രി എത്ര പേർക്ക് കരങ്ങളുയർത്തി ശക്തിയോടെ പറയുവാൻ കഴിയും? എന്റെ തലമുറയെ നശിപ്പിക്കുവാൻ ഒരുങ്ങുന്ന ആ ദുഷ്ട ശക്തികളെ വിട്ടുമാറട്ടെ.
You know, the Pentecost power when moved, when the Pentecost power when moved, it started in Azusa Street, 3rd Azusa. ആമേൻ. പെന്തക്കോസ്തുകളായിരിക്കുന്ന ശക്തി 1906 അമേരിക്കയുള്ളതായ അസൂസ തെരുവിൽ ഇറങ്ങി വന്ന് വ്യാപരിക്കുന്നവരുടെയായിട്ട്. Charles Spurgeon started in Topeka, Kansas. From there it moved into moved into Azusa. ആ സ്ഥലത്ത് നിന്ന് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ ആരംഭിച്ചു. When the Holy Spirit moved, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ പ്രവർത്തിച്ചപ്പോൾ 8-year-old Negro boy stood up and speak tongues. ആമേൻ. 8 വയസ്സ് പ്രായമുള്ള നീഗ്രോ വർഗ്ഗക്കാരനായ ഒരു കുഞ്ഞ് എഴുന്നേറ്റ് വന്ന് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. That building was a broken building. ആ കെട്ടിടം തകർന്നു കിടന്ന ഒരു കെട്ടിടമായിരുന്നു. It was almost like a stable where the animals were kept. ആമേൻ. നമ്മുടെ മൃഗങ്ങളുടെ കൂട് പോലെ പുൽത്തൊട്ടി പോലെയുള്ള ഒരു ചെറിയ കൂട് ഒരു കെട്ടിടമായിരുന്നു. Some years back I stood there in California, Azusa Street. There was a small boat there. I said from there, my child was standing next to me. She's working there, and she said, I told all the way, say that 1906 to 1931, the Holy Spirit moved in this place, and now only a small boat is there. The California state has put a small boat, saying this was the place where the Pentecost Spirit was moving. ആമേൻ. അമേരിക്കയിൽ കാലിഫോർണിയ അസൂസ സ്ട്രീറ്റിൽ അവിടെ ഞാൻ പോകുവാനിടയായി തീർന്നിട്ടുണ്ട്. അവിടെ ഒരു ബോർഡ് അവിടെ ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആരംഭിക്കുവാൻ തുടങ്ങിയ ഒരു സ്ഥലമാകുന്നു എന്ന് പറയുന്ന ഒരു ബോർഡ് ഇപ്പോഴും അവിടെ ഉണ്ട്. The crippled spirit start moving that place. The crippled spirit moving that place. ആ സ്ഥലത്ത് വ്യാപരിച്ചുകൊണ്ടിരുന്നതായ ആമേൻ ദുരാത്മാവിൻ്റെതായ പ്രവർത്തനങ്ങൾ One by one breakdown. ഓരോന്നായി തകരുവാൻ തുടങ്ങി. ആ പട്ടണത്തിൽ വ്യാപരിച്ചുകൊണ്ടിരുന്ന ആമേൻ ദുരാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഓരോന്നായി തകർന്ന് തരിപ്പണമാകാൻ തുടങ്ങി. God start moving. ദൈവത്തിനായ പ്രവർത്തനം ആരംഭിച്ചു. All over North America. അതിനുശേഷം അമേരിക്കയുടെ എല്ലാ സ്ഥലങ്ങളിലും, Latin America. ലാറ്റിൻ അമേരിക്കയിൽ, South America. തെക്കേ അമേരിക്കയിൽ, We have Central America. അതെ മധ്യ അമേരിക്കയിൽ, Africa. ആഫ്രിക്കയിൽ, Europe. യൂറോപ്പ് രാജ്യങ്ങളിൽ, Asia. ഏഷ്യൻ രാജ്യങ്ങളിൽ, 1912 Kerala. അത് 1912 കേരളത്തിലും The fire moved all over the place. പെന്തക്കോസ്തുകളായിരിക്കുന്ന അഗ്നി ആമേൻ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും പടരുവാനുള്ള May I tell you tonight? രാത്രി ഓർപ്പിക്കേണ്ട പ്രിയമുള്ളവരെ, The crippled spirit is moving everywhere. ലോകത്തിലെല്ലാ ഭാഗങ്ങളിലും ആമേൻ ദുരാത്മാവിന്റെ ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. May I tell you tonight? രാത്രി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ, If the Holy Spirit is moving in, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്നുവെങ്കിൽ, if the God is moving in, അതേ ദൈവം ആമേൻ നമ്മളിലുള്ളിൽ വ്യാപരിക്കുന്നുവെങ്കിൽ, no crippled spirit can take over your life. ഒരു ദുരാത്മശക്തികളും നിന്നെ തളർത്തുന്നതായ ഒരു ദുരാത്മശക്തി ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ കഴിയില്ല പ്രിയമുള്ളവരെ. How many believe it? എത്ര വിശ്വസിക്കുന്നുണ്ട്? You know, some of them are very poor these days. ആമേൻ. ചിലരൊക്കെ ഒരുപക്ഷെ വളരെ ദാരിദ്ര്യമായ പിന്നാക്കമായ അവസ്ഥയിലായിരിക്കാം. May I tell you one thing? നാളെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. There are people having poverty in life. ധാരാളം ആളുകൾ തങ്ങളുടേതായ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള പരാധീനത അനുഭവിക്കുന്നവരുണ്ട്. They say never things will change. അവർ പറയുന്നത് ഞങ്ങളുടെ കാര്യങ്ങൾക്ക്, ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരിക്കലും മാറ്റം വരിക എന്ന് പറയുന്നുണ്ട്. How many think like that? അങ്ങനെ നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? I'm going to be crippled like this. I'm going to be crippled like this. നിങ്ങൾ പറയണോ ഞാൻ ഇതുപോലെ ഒരു നിർജീവ അവസ്ഥയിൽ പ്രവർത്തിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണെന്ന് പറയാമോ? How many of you can say when the Spirit of God moves into my life, when the Spirit of God moves into me, oh my Jesus moves in me, I will be changed. ആമേൻ. നിങ്ങൾ എത്രയൊക്കെ പറയുവാൻ കഴിയും? ആമേൻ. എന്റെ ജീവിത സാഹചര്യങ്ങൾ എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും എത്ര ഞെരുക്കമുള്ളതാണെങ്കിലും എന്റെ ജീവിതത്തിൽ എന്റെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. എന്റെ ജീവിതത്തെ തളർത്തി കളയുന്ന, എന്റെ ജീവിതത്തെ ഞെരുക്കി കളയുന്നതായ
വിരോധമായ ഒരു കാര്യം ഞാൻ പറയുകയില്ല, ഒരു കാര്യം ചെയ്യുകയില്ല എന്ന് ഇത് രാത്രി എത്ര പേർക്ക് അവൻ പറയുവാൻ കഴിയും? ധാരാളം യുവതി യുവാക്കന്മാർ മദ്യപാനം, മയക്കുമരുന്നുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടേതായിരിക്കുന്ന ജീവിതത്തെ അവൻ ഒരു ഞെരുങ്ങിയ അവസ്ഥയിൽ, ഒരു ഇടുങ്ങിയ അവസ്ഥയിൽ, അവൻ ഒരു തളർന്നതായ അവസ്ഥയിലാക്കി തീർക്കുന്ന അവൻ അനേക യൗവനക്കാരെ കാണാൻ സാധിക്കുന്നു. I have seen a church, a pastor went into a crippled situation where the young guys were gathered together having drug and alcohol. അതേ മദ്യത്തിനും മയക്കുമരുന്നുകൾ കൊണ്ട് നിറയപ്പെട്ടതായ ആളുകൾ ജീവിക്കുന്നതായ ഒരു പട്ടണത്തിലേക്ക് ഒരു ദൈവത്തിൻ്റെതായ ദാസൻ കടന്നു ചെന്നതായ സാഹചര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ആമേൻ. ആ സ്ഥലത്ത് എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ അവൻ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളായി കഴിയുന്ന യായാലും യുവതിയൊക്കന്മാരെ കാണുന്നു. എന്നാൽ ആ യുവതിമാക്കന്മാരെ ഓരോരുത്തരായി സുവിശേഷം കേട്ട് അവർ ക്രിസ്തുവിനായി തീരുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. You know, the first team of members inside the church gone in were the people who were drug addicted, staying outside the church. They got in and they become the members. ആ ദേവദാസൻ ആരംഭിച്ചതായ ആ സഭയിലേക്ക് ആദ്യമായി കടന്നു വന്ന ആളുകൾ ആരാന്നറിയാമോ? പട്ടണത്തിൻ്റെതായ തെരുവുകൾ, കോളുകളിൽ മദ്യവും മയക്കവും അടിച്ച് ആ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ കടന്നതായ ആളുകൾ അവർ മാനസാന്തരപ്പെട്ട് അവർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ സഭയിലേക്ക് അവൻ കടന്നു വന്ന ആദ്യ വിശ്വാസികളായി തീർന്നു. Jonathan Edwards preached the gospel. യോനാഥാൻ എഡ്വേർഡ്സ് എന്ന് പറയുന്ന ദേവദാസൻ സുവിശേഷം പ്രസംഗിച്ചു. Sinners in the hand of an angry God. ആമേൻ. കോപിഷ്ഠനായ ദൈവത്തിന്റെ കരങ്ങളിലിരിക്കുന്ന പാപികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. When the meeting was about to start, ആ മീറ്റിംഗ് ഏകദേശം തുടങ്ങുവാൻ ഉള്ള സമയമായപ്പോൾ 6 feet high, a heavyweight man with a long knife came and said to him, I will kill this man tonight. ആ യോഗം ആരംഭിച്ച് ദേവദാസൻ പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരു നീളമുള്ള കത്തിയുമായി പിടിച്ചുകൊണ്ട് ഒരു യൗവനക്കാരൻ ആ യോഗത്തിൻ്റെതായ പിറയിൽ നിന്ന് മുന്നോട്ട് അടുത്തു വന്നു. He was sitting in the back. ഏറ്റവും അവസാനത്തിരിക്കുക, പിൻഭാഗത്തിരിക്കുകയായിരുന്നു. As the message went on, the message was gone out. ആ ദൈവത്തിന്റെ ദാസൻ തന്നതായ പ്രസംഗം ആരംഭിച്ച് പ്രസംഗം തുടർന്നുപോയി. As the message moved in, the word moved in, the picture got moved in. The man who was sitting in the back jumped out, took the day, ran to the stage, and fell down at the stage, cried to the Lord, said, I am the sinner. ആ പുറകിലായ ആ കത്തി പിടിച്ചുകൊണ്ടിരുന്നായ മനുഷ്യൻ ദൈവത്തിന്റെ ദാസൻ ദൈവവചനം വളരെ ശക്തമായി പ്രസംഗിച്ചപ്പോൾ തന്റെ വിഷയം എന്താണ്? കോപിഷ്ഠനായ ദൈവത്തിൻ്റെതായ കരങ്ങളിലിരിക്കുന്ന പാപി എന്നാണ് വിഷയം. ആ ദൈവദാസൻ ശക്തമായ വചനം പ്രസംഗിച്ചപ്പോൾ ആ മനുഷ്യൻ കത്തി വിട്ടിട്ട് വേഗത്തിൽ അവൻ മുന്നിലേക്ക് ഓടി എന്ന് പറഞ്ഞു, ഞാനാണ് ആ പാപിയായ മനുഷ്യൻ. How many believe that tonight the Spirit of God is moving in Kodumur? God can do a miracle tonight. How many believe it? ആ ദൈവത്തിന് കൊടുക്കുന്ന പ്രദേശത്തും ഇന്ന് രാത്രിയിൽ തന്റെ വചനം അയച്ച് ആത്മാക്കളെ വിടിവിക്കുവാൻ, ആത്മാക്കളെ രക്ഷിക്കുവാൻ, നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ദൈവത്തെ വർദ്ധിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവര് ഇന്ന് രാത്രി എത്രയുണ്ട്? കണ്ണുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ ദൈവത്തിൽ അവൻ മഹത്വപ്പെടുത്താം. ഇവിടെ ഇരിക്കുന്ന ദാസന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഗായകരായി ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതെ യൗവനക്കാരായ പ്രിയമുള്ളവരെ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടേതായിരിക്കുന്ന ജീവിതത്തിൽ ഏതെങ്കിലും നിർജീവമായിരിക്കുന്ന സ്വന്തം പ്രവർത്തനം ഞെരുക്കമായ ഇടുക്കത്തിൻ്റെതായ കഷ്ടതയുള്ളതായ അനുഭവങ്ങളിലായിരിക്കുന്നുവെങ്കിൽ ശത്രു നിങ്ങളെ ഏതെങ്കിലുമായിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കാണുന്നുവെങ്കിൽ
ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെതായ ദാസനോട് കർത്താവ് രക്ഷകനായിട്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. Do not be afraid. ഭയപ്പെടേണ്ട, Do not be afraid any longer. അവൻ നീ ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. But you have many people in this city. അവൻ പറയാണ്, നീ ഭയപ്പെടേണ്ട, നിനക്ക് വേണ്ടി ധാരാളം ആളുകൾ ഈ പട്ടണത്തിലുണ്ട്. But do not be silent. Do not be silent. അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കരുത്. For I am with you. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. I will be there. ഞാൻ നിന്നെ പരിപാലിക്കുന്നവനാണ്. No one attack you. ആരും നിനക്കെതിരെ ഒന്നും പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. I will move here. ഞാൻ ഇവിടെ തന്നെ പ്രവർത്തിക്കും, ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കും. I have many people in the city. ഈ പട്ടണത്തിൽ കർത്താവിന് വേണ്ടി ധാരാളം ജനങ്ങളുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാണ്. May I tell you the church in Kodugu? ഈ കൊടുങ്ങുള്ളതായ സഭയോട് ഞാൻ പറയട്ടെ. IPC Kodugu Center. അത് പാടുണ്ട് കൊടുങ്ങു. May I tell you tonight? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. If enemy crippling your life, അത് പിശാച് അവൻ നിന്റെ ജീവിതത്തെ ഞെരിച്ചു കളയുന്നുവെങ്കിൽ, നിന്നെ കഷ്ടമുള്ളതായ അവൻ നടുവിൽ പറ്റിച്ചോടലാക്കുന്നുവെങ്കിൽ, enemy making your life, നിങ്ങളുടേതായിരിക്കുന്ന ജീവിതത്തെ തകർത്ത് കളയത്തക്ക നിലകളിൽ നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാക്കുന്നതായ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, enemy holding back you, അവൻ പിശാച് ശത്രു നിന്നെ അവൻ തിരികെ വിളിക്കുന്നുവെങ്കിൽ, can I say to you that tonight said to that enemy, you will not win. ആമേൻ. ഇന്ന് രാത്രി നീ ആ ശത്രുവിനെ നോക്കി പറയുക, ശത്രുവെ പിശാചേ, നീ ജയിക്കുകയില്ല. ആമേൻ. വിശ്വാസത്തോടെ പറയുക, ഹല്ലേലൂയ. പിശാചേ, ശത്രുവേ, നീ ജയിക്കുകയില്ല എന്ന് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയാൻ കഴിയും. One who has overcome the enemy is here tonight. ആമേൻ. ശത്രുവേ ജയഭേരി മുഴക്കിയവനായ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. One who has defeated the enemy on the cross is here tonight. ആമേൻ. ക്രൂശിൽ ശത്രുവിനെ തകർത്ത് കളഞ്ഞവനായ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലാകനായിട്ടുണ്ട്. He is tonight here. ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. Whatever crippling situation you have in life, നിങ്ങളുടേതായ ജീവിതത്തെ കഷ്ടതലാക്കുന്ന, ഞെരിച്ചു കളയുന്നതായ ജീവിത സാഹചര്യങ്ങൾ, അവസ്ഥകൾ എന്ത് തന്നെയായിരുന്നാലും, can you lift your head and say that? ഇന്ന് രാത്രി നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി പറയാൻ കഴിയുമോ? Can you lift your head and say that? ആമേൻ. ഇന്ന് രാത്രി കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പറയാൻ കഴിയും. I will not yield to the crippling spirit. ആമേൻ. ഞാൻ എന്നെ ഞെരുക്കത്തിന് ആനന്ദത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. എന്റെ കഷ്ടതയ്ക്ക് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എന്ന് ഇന്ന് രാത്രി നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? I will not tune to a crippling spirit. ആമേൻ. ജീവിതത്തിൽ യാതൊന്നും തന്നെ എന്നെ ഞെരിച്ചു കളയുവാൻ, എന്നെ ബന്ധിച്ചു നിർത്തുവാൻ അവൻ കഴിയുകയില്ല എന്ന് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയാൻ കഴിയും. I will not allow the crippling spirit come to my home. ആമേൻ. എന്റെ ഭവനത്തില് എന്റെ തലമുറകളെയും ഞെരിച്ചു കളയുന്ന, കഷ്ടതയിലാക്കുന്നതായ, ബന്ധിക്കുന്നതായ ഓരോ അനുഭവം, സാഹചര്യം ഉണ്ടാകുവാൻ ഞാൻ അനുവദിക്കുന്നതല്ല എന്ന് ഇന്ന് രാത്രി നിനക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയുമോ? I trust in the blood of Jesus. ഞാൻ എന്റെ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു പറയുക. If you make the most high on any place, no disaster will come near your tent. My house is sprinkled by the blood of Jesus. തിരുവചനം പറയുകയാണ്, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുത്ത് വരികയില്ല. കർത്താവിന്റെ സാന്നിധ്യം നിന്റെ ഭവനത്തിലുണ്ട്, നിന്റെ ജീവിത സാഹചര്യങ്ങളുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയുക, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുത്തില്ല. No crippling spirit can come to my life. ആമേൻ. യാതൊരുവിധമായ ഞെരുക്കത്തിന്റെയും കഷ്ടതയായ അനുഭവങ്ങൾ കടന്നു വരുവാൻ കഴിയില്ല എന്ന് വിശ്വാസത്താൽ പറയാൻ പറയുക. Do you know that the crippling spirit is always trying to fear you, make you silent, put you down, break you down, not to start sitting strong, silent. You don't look high, your eye is always down. But if Christ is in you, if
Christ is in you, if Jesus is in you, may I tell you tonight, things will be totally different. No crippling spirit can be over your life. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കട്ടെ, ഞെരുക്കത്തിനായ ദുരാത്മാവ്, കഷ്ടമുള്ളതായിരിക്കുന്ന ദുരാത്മാവ്, ആമേൻ, ഹല്ലേലൂയ, നിങ്ങളെ വ്യാപരിച്ചാൽ, ആമേൻ, നിങ്ങൾക്ക് ഉയരത്തിലേക്ക് നോക്കുവാൻ കഴിയാതെ, ആമേൻ, കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ, ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നിരാശപ്പെട്ട്, ആമേൻ, സ്തോത്രം, വിടുതലിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിന്റെ ആക്കുമെന്നാൽ ഇന്ന് രാത്രി നീ പൂർണ്ണമായി കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ കർത്താവിലേക്ക് നോക്കുന്നുവെങ്കിൽ, ആമേൻ, അവനെ തള്ളിക്കളയുകയില്ല, അവനെ വിടിവിക്കും. ഹല്ലേലൂയ. അവനെ സ്വർഗ്ഗത്തേക്ക് തന്നെ ഉയർത്തുന്നുവെങ്കിൽ അവനെ ഉയർത്തുവാൻ ഇന്ന് രാത്രി അവൻ ശക്തനാണ്. You know, 2 months back I had an angiogram. 2 മാസത്തിന് മുമ്പ് എനിക്കൊരു ആൻജിയോഗ്രാം, ഹാർട്ടിന് 90% ബ്ലോക്കായിരുന്നു. Only 2 months now. ഇപ്പൊ 2 മാസമേ ആയിട്ടുള്ളൂ. Last 1 month almost every day I'm preaching. കഴിഞ്ഞ 1 മാസമായിട്ട് ഇതുപോലെ എല്ലാ ദിവസവും ഇതുപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. God is doing. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. I was in Sultan Bathery in the border of Kerala. കേരളത്തിന്റെ സുൽത്താൻ ബത്തേരി അതിർത്തി സ്ഥലത്തേക്ക് ഞാൻ പോയി. River Kaveri. കവരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. We had 20 medical doctors with us. 20ഓളം മെഡിക്കൽ ഡോക്ടേഴ്സ് ഞങ്ങളുടെ ആ ടീമിലുണ്ടായിരുന്നു. We had seen the entire village coming in. The pastor said, we never seen this many people coming inside the church. They are all not believers. No believers. They are all different. No Christians. ആ മീറ്റിംഗിൽ പങ്കെടുത്തവരുടെ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, ഇതുപോലെയുള്ള ഒരു ജനക്കൂട്ടം ഇതുവരെയും അവിടെ ഉണ്ടായിട്ടുണ്ട്. Almost 1,500 people sitting in front of us, asking us to pray. They are not Christian. Their name are different. 1500 ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. If Christ is with you, പ്രിയമുള്ളവരെ, how will you believe that? കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. In Kodungu, in Vaadu, wherever I am, നാം എവിടെയായിരിക്കുന്നു അവിടെയൊക്കെ കർത്താവ് ഉണ്ടെങ്കിൽ no crippling spirit can win. ഓരോ ദുരാത്മാവിനും ഞെരുക്കത്തിന്റെയും കഷ്ടതയുടെയും ആത്മാവിന് ക്രിസ്തുവുള്ളതായ വ്യക്തികളിൽ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുവാൻ കഴിയില്ല. I will not bend down. ഞാൻ ഒരിക്കലും ഒരു കുനിഞ്ഞിരിക്കുന്നതായ അവസ്ഥയിലാകുവാൻ I will not bend down. ഒരിക്കലും അങ്ങനെ ആയിരിക്കാൻ ദൈവം സമ്മതിക്കില്ല. My heart will be down. My heart will be up. My eye will be up. My head will be up. Hallelujah. I will stand strong. ആമേൻ. ആമേൻ. എന്റെ ഹൃദയത്തിൽ കർത്താവ്, എന്റെ ജീവിതത്തിൽ കർത്താവ് എന്നോട് കൂടെയുണ്ട്. ഞാൻ എപ്പോഴും എന്റെ കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുകയാണ്. The banner of me is love. ആമേൻ. The banner of me is love. ആമേൻ. എന്റെ പേരുള്ള കൊടി എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെതായ കൊടിയാണ്. How many believe tonight? My God is with me. No crippling spirit can win over my life. രാത്രി ഇവിടെ ഇരിക്കുന്നവർ വിശ്വസിക്കുന്നുണ്ട്, എന്നോടൊപ്പം എന്റെ കർത്താവ് ഉണ്ടെങ്കിൽ, എന്റെ ഉള്ളിൽ എന്റെ കർത്താവ് ഉണ്ടെങ്കിൽ, ഒരു ഞെരുക്കത്തിന്റെ ആത്മാവിന്, ഇടുക്കത്തിന്റെ ആത്മാവിന്, കഷ്ടമുള്ളതായിരിക്കുന്ന ദുരാത്മാവിന് എന്റെ മേൽ ജയമെടുക്കുവാൻ കഴിയില്ല. All the crippling spirits are defeated. രാത്രി ദൈവത്തിന്റെ ആത്മാവ് അവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ചില ഞെരുക്കത്തിന്റെ ആത്മാവിന് രാത്രി മടുതേറമാകുകയാണ്. ചില കഷ്ടതയുടെ ആത്മാവ്, ഒതുക്കത്തിൻ്റെതായിരിക്കുന്ന ആത്മാവ്, ഇടുക്കത്തിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ആത്മാവ്, ആ ദുരാത്മാവ് ഇന്ന് രാത്രി ഹല്ലേലൂയ ഇവിടുന്ന് വിട്ടു മാറുകയാണ്. രാത്രി കർത്താവ് നമ്മുടെ നടുവിലുള്ളവരെയുള്ളവരെ രാത്രി പ്രമാദാത്ത സ്ഥാനങ്ങളിലേക്കുണ്ടാകട്ടെ. രാത്രി നേരിട്ടുണ്ടാകട്ടെ. Tonight, open your heart and tell the Lord. രാത്രി നമ്മുടെ ഹൃദയം കർത്താവിന്റെ സന്നിധിയിൽ പകർന്നുകൊണ്ട് കർത്താവിനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. I will never allow a crippling spirit come to my home. ആമേൻ. രാത്രിയിൽ പ്രിയമുള്ളവർ ധൈര്യമായിട്ട് പറയണം, ആമേൻ. ഒരു ഞെരുക്കത്തിന്റെ ആത്മാവ്, കഷ്ടമുള്ളതായിരിക്കുന്ന ആത്മാവ്, ഇടുക്കത്തിനുള്ളതായിരിക്കുന്ന ആത്മാവ് എങ്കിലോ എന്ന ഭവനത്തിലോ തലമുറകളിൽ വ്യാപരിക്കുവാൻ ആമേൻ ഞാൻ അനുവദിക്കുകയില്ല. I will not allow the crippling spirit come to my home. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ ഭവനത്തെ ധരിച്ചു കളയുന്ന, നിന്റെ തലമുറയെ ധരിച്ചു കളയുന്ന, നിന്റെ സാമ്പത്തിനെ ധരിച്ചു കളയുന്ന, നിന്റെ ജോലി സംബന്ധമായ വിഷയങ്ങളില്
ഇത് ജനിച്ചു കളയുന്ന അവൻ ദുരാത്മാവിന്റെ ശക്തികള് ഇത് രാത്രി നിന്നെ വിട്ട് മാറട്ടെ. In my home, a victory song will be sung. അതെ, എന്റെ ഭവനത്തിലുള്ള മാറട്ടെ. ഇത് രാത്രി ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. Oh, can you say that in my home, a victory song will be sung? അമ്മേ, ഇത് രാത്രി ഹല്ലേലൂയ, എന്റെ ഭവനം വിടിവിക്കപ്പെടട്ടെ, എന്റെ തലമുറകൾ വിടിവിക്കപ്പെടട്ടെ, എന്റെ സഭ വിടിവിക്കപ്പെടട്ടെ. My song will be a victory song. അമ്മേ, ഇത് രാത്രി എന്റെ ഭവനം അമ്മ ജയത്തിന്റെ ഭവനമാകട്ടെ. A victory song. അമ്മേ, ഇത് രാത്രി ഹല്ലേലൂയ, എന്റെ ഭവനത്തിൽ നിന്ന്, എന്റെ ജീവിതത്തിൽ നിന്ന്, എന്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് ആ ഇടുക്കത്തിന്റെയും ഞെരുക്കത്തിന്റെയും ദുരാത്മശക്തികൾ ഇത് രാത്രിയെ വിട്ടുമാറട്ടെ. Let the world see Christ in you. അമ്മേ, കർത്താവിന്റെ വചനം നമ്മളിൽ വസിക്കുന്നു. കർത്താവ് നമ്മളിൽ വസിക്കുകയാണ്. Let the world see. The world see. Let the world see. അവൻ കർത്താവിന്റെ കാര്യങ്ങളുണ്ട്. May I say tonight that let the world see Christ in you. അവൻ ക്രിസ്തു നമ്മളിൽ ഉണ്ടെന്നുള്ളത് നമ്മുടെ ചുറ്റുപാടുകൾ അവൻ നമ്മുടെ ലോകം ഒന്ന് തിരിച്ചറിയട്ടെ. Can everyone lift your hand? Can everyone lift your hand? എല്ലാവരും കരമണി ഉയർത്തുക. Can you lift your hand? കരമണി ഉയർത്തുക. Can you say that? രാത്രി നമുക്ക് പറയാം, I will not allow. I will not allow. ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. No crooked of spirit. ആമേൻ. ഞെരുക്കത്തിന്റെ ആത്മാവ്, കഷ്ടതയുടെ ആത്മാവ്, No crooked spirit. ആമേൻ, വ്യാപരിക്കുവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് കരമണി ഉയർത്തി നമുക്ക് രാത്രി ദൈവത്തോട് പറഞ്ഞ് ഒരു വലിയ വിടുതലെടുക്കാം. We will say that we will win. We will sing the winning song. ആമേൻ. രാത്രി ഹല്ലേലൂയ. ആമേൻ. മക്കളെ കരമണി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. May the good Lord bless you, God, be with you tonight. രാത്രി ദൈവവാഗ്ദത്തം എല്ലാവരെയും അവൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കരമടിച്ച് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം.